ഗൈസ് അങ്ങനെ മന്തി വെക്കണമെന്നില്ല പൂതിയിലേക്ക് നമ്മൾ ഞാൻ കയറിയിട്ട് വന്നത് നെയ്തി മന്തിയിലേക്കാണ്. അങ്ങനെ അഗാധമായ ആഗ്രഹത്തിൽ നെയ്തി മന്തിയിലേക്ക് ഞാനെത്തി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജമാൽ ഞാൻ വന്നപ്പോൾ ഇന്ന് മന്തി കഴിക്കാൻ വന്നിട്ടുള്ളത്. ആദ്യം കയറിയാണ് തന്നെ ഓന് ഏത് മന്തി വേണം ഏത് മന്തി വേണ്ട എന്നുള്ളതാണ് നോക്കിയത് ആദ്യം. എന്നിട്ട് രണ്ടെണ്ണത്തിനും കൂടി ഒരു തീരുമാനം എടുത്ത് ഒരു ഹണി അൽഫാമിൻ്റെ പകുതിയും ഒരു പെരി പെരി അൽഫാമിൻ്റെ പകുതി നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ ആ തീരുമാനത്തിൽ ഞാൻ കുറച്ചൊന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവരെന്താക്കി പ്ലേറ്റ് കൊണ്ടു തന്നു. അതിന് ശേഷം മയോണീസ് കൊണ്ടു തന്നു, എന്തോ തക്കാളിൻ്റെ എന്തോ സാധനം കൊണ്ടു തന്നു. അതിന് പേരെനിക്കറിയില്ല കേട്ടോ, അതാണ്. പിന്നെ നേരെ നമ്മളെ മന്തി എത്തി. ഇതാണ് നമ്മളെ മന്തി, നമ്മൾ ഓർഡർ ചെയ്ത മന്തി ഇതാണ്, പെരി പെരിയും ഹണിയും. അപ്പം ഇതിൽ ഞാൻ ആദ്യം തന്നെ എന്താക്കി പെരി പെരിയിലെ ചെസ്റ്റ് എടുത്ത്. അപ്പം ആദ്യം പൊതുവേ ഈ ചെസ്റ്റിനാണല്ലോ അടി ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തമ്മിൽ എന്താ ചെസ്റ്റിന് കുഴപ്പമില്ലായിരുന്നു. പൊതുവേ കുഴപ്പമുണ്ടാവില്ല. ഇന്ന് കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ ഒരു ഡീലിലെത്തിയതാണ്. പെരി പെരിയിൽ ചെസ്റ്റ് ഞങ്ങൾക്കും ഹണിയിലെ ചെസ്റ്റ് ഓനിക്കും. അങ്ങനെ എന്താക്കി അതെല്ലാം ഞാൻ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നേരെ തിന്നാനൊരു പരിപാടിയിലേക്ക് അങ്ങനെ നേരെ തിന്നാൻ തുടങ്ങിയിട്ടുമ്പോൾ എന്താണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ നെയ്തി മന്തിയിൽ തിന്നുന്നത്. ആദ്യത്തെ തിന്നൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഫുള്ള് ഞാൻ തിന്നു. കാലിയാക്കിയിട്ടാകുമ്പോൾ ഇവരെന്താക്കി നമുക്ക് ലക്കി മാത്തം കൊണ്ട് തന്നു. ലക്കി മാത്തം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഈടിയിലെ ലക്കി മാത്തം നല്ല ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൽ ഞാൻ 1-2 എടുത്ത് തിന്ന് കഴിഞ്ഞ് അതും ഒരു വെള്ളം സുലൈമാനെന്തോ ചായയും അതും കുടിച്ച് നേരെ കൈയെല്ലാം കൈക്ക് വന്നപ്പോൾ കൊണ്ട് ഒരു സ്പ്രേ ആണ്. ആ സ്പ്രേ അടിച്ച് നമ്മൾ എന്താക്കി പോകാനുള്ള തത്രപ്പാട്ടിലാക്കി. ഒന്നുമില്ല, നല്ല അടിപൊളി മന്തിയാനും നെയ്തി മന്തിയിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ്.